നമസ്കാരം, ധനുസ് PH ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടി ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും മാത്സിൻ്റെയും ചോദ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇതിൻ്റെ 72/2025 ആണ്. ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ചോദ്യപേപ്പറാണിത്. അപ്പോൾ ഇംഗ്ലീഷും മലയാളം കഴിഞ്ഞതിന് ശേഷം 20 മാർക്കിൻ്റെതുള്ള മാത്സിൻ്റെ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, 70 kilograms ഡാഷ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി. 70 kilograms ഡാഷ് മോർ ദാൻ 70 kilograms ഡാഷ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി. ഓപ്ഷൻസിൽ ആർ, ഈസ്, വിൽ, ഷാൽ. നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഈസ്. ഓപ്ഷൻ ബി, ഈസ്. ഓക്കെ, ഓപ്ഷൻ ബി, ഈസ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, she is elder dash her youngest sister by 4 years. She is elder dash her youngest sister by 4 years. Answer option C, 2. She is elder to her youngest sister. She is elder to her youngest sister. ഓക്കെ, ഇവിടെ വ്യത്യാസം നോക്കുക. ഷീ ഈസ് എൽഡർ ടു ഹർ യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 years. ഓക്കെ, നെക്സ്റ്റ്, ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ ഡാഷ്. ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. ആൻസർ അതാണ് ഓപ്ഷൻ സി ആണ്, ആർ ഇൻറ്റ് ഐ. ആർ ഇൻറ്റ് ഐ അല്ലേ? ആം വന്നപ്പോൾ ആർ നോട്ട് ഐ, ആർ ഇൻറ്റ് ഐ. ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ, ആർ ഇൻറ്റ് ഐ. ഓക്കെ, change into indirect speech. He said, I will return this book tomorrow. He said, I will return this book tomorrow. Answer option A ആണ്. He promised that he would return that book the next day. He promised that he would return that book next day. Okay, അടുത്ത ചോദ്യം, identify the correct spelling. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫോണക്സ്. PHOENIX, ഫോണക്സ് എന്നല്ലേ? PHOENIX, ഫോണക്സ്. നെക്സ്റ്റ് ചോദ്യം, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ എക്സാമിനേഷൻ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ എക്സാമിനേഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, would have passed the examination. Option D answer ആണ്. If you had studied well, you would have passed the examination. Okay. Next, kids are fond dash games. About, of, in, by. Kids are fond of games. Fond of games. Option B answer. Kids are fond of games. Next, the idiom a red letter day means എന്താണ്? A day of bloodshed, a very important day, a day of martyrs, an unhappy occasion. The idiom a red letter day എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആൻസർ, a very important day. A very important day. A red letter day, very important day. Okay, next ചോദ്യം, I came across a dash of girls in the park. A dash of girls. നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. എ ഡാഷ് ഓഫ് ഗേൾസ് എന്നുള്ളത് കാരണം ഈ ഡിലീറ്റഡ് ആണ്, ഞാൻ നോക്കിയിട്ടില്ല, ഡിലീറ്റ് ആണ് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അറിയാവുന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഡാഷ് ഓഫ് ഗേൾസ്, പ്രൈഡ് ഓഫ് ഗേൾസ് വരത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ദ വേർഡ് സ്കേപ്പ് ഗോട്ട് മീൻസ് ഡാഷ്. ദ വേർഡ് സ്കേപ്പ് ഗോട്ട് മീൻസ് ഡാഷ്. ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സംതിങ് എൽസ്. എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സംതിങ് എൽസ് റോങ്സ്. സംതിങ് എൽസ് റോങ്സിന് വേണ്ടി ബ്ലെയിം ചെയ്യുന്നു. സംതിങ് എൽസ് റോങ്സിന് വേണ്ടി ബ്ലെയിം ചെയ്യുന്നതാണ് സ്കേപ്പ് ഗോട്ട് എന്ന് പറയാം.
പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ധാരാളം ചെയ്യുന്നതുകൊണ്ട് കാണുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഡിലീറ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് PSC കാണിക്കുന്നുണ്ട് എപ്പോഴും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റുന്നവരൊക്കെ കണ്ടെത്തുക. ഞാനൊന്നും നോക്കിയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ കളക്ഷൻ്റെ കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഉള്ളവർ ആരായാലും ക്വസ്റ്റ്യൻ നമ്പർ വെച്ചിട്ട് ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ. കാരണം ആ ചോദ്യം വീണ്ടും പല ചോദ്യങ്ങളും ഡിലീറ്റ് ആക്കിയ ചോദ്യങ്ങൾ, PSC ഡിലീറ്റ് ആക്കിയ ചോദ്യങ്ങൾ വീണ്ടും അവർ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കത് കണ്ടെത്തണം, അല്ലെ ആൻസേഴ്സ് അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറഞ്ഞ ഒരു നാണക്കേടും ആർക്കും എങ്ങുമില്ല, എനിക്കുമില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ്, ദ ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാവഗൻറ്റ്. ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാവഗൻറ്റ് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്, ത്രിഫ്റ്റി. ത്രിഫ്റ്റി. ദ ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാവഗൻറ്റ് ഈസ് ത്രിഫ്റ്റി ആണ്. ദ ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാവഗൻറ്റ് ഈസ് ത്രിഫ്റ്റി. നെക്സ്റ്റ് ചോദ്യം, എക്സ്ട്രാവഗൻറ്റിൻ്റെ സ്പെല്ലിംഗ് EXTRAVAGANT. എക്സ്ട്രാവഗൻറ്റ് അല്ലേ, ഇൻ്റലിജൻറ്റും ഒക്കെ ചോദിക്കാറുണ്ട്. എക്സ്ട്രാവഗൻറ്റ് സ്പെല്ലിങ്ങിന് ചോദിക്കാറുണ്ട്. EXTRAVAGANT. എക്സ്ട്രാവഗൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ത്രിഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ദ എക്സ്പ്രഷൻ സിൻ ക്യുവാ നോൺ. ദ എക്സ്പ്രഷൻ സിൻ ക്യുവാ നോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ വരുന്നുണ്ട്. ആൻ എസെൻഷ്യൽ കണ്ടീഷൻ. അസെൻഷ്യൽ കണ്ടീഷനാണ് സിൻ ക്യുവാ നോൺ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ചോദ്യം, ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസിൽ ഹീ ഈസ് റൈറ്റിംഗ് ഫോർ 2 hours. ഓപ്ഷൻ ബി, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഹി റൈറ്റ് സിൻസ് 2 hours. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 2 hours. ഇല്ലേ, ഒരു കാര്യം മനസ്സിലാവും, സിൻസിൻ്റെ ഫോറിൻ്റെ പ്രയോഗമാണ് ഇവിടെ വന്നേക്കുന്നത്, നമുക്ക് മനസ്സിലാവും അല്ലേ. ഇവിടെ ആൻസർ ശരിക്കും ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിക്കും നമുക്ക് അവിടെ വരിക അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours അല്ലേ. റൈറ്റിംഗ് ഫോർ 2 hours. നമുക്ക് സിൻസ് വന്നാൽ അതും കറക്റ്റ്, ബാക്കി ഇത്രയും കറക്റ്റ് സിൻസ്. പക്ഷേ ബാക്കി ഇവിടെ എന്താ വരിക? ഒരു പെർഫെക്റ്റ് ഡേറ്റ് അല്ലേ, ഇയർ എന്തെങ്കിലും വരുവാണെങ്കിൽ, പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന വരികയാണെങ്കിൽ അത് സിൻസ് ആയി. പക്ഷേ ദർ ഈസ് 2 hours ആവുന്നതുകൊണ്ട് നമുക്ക് 4 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹി ഹാസ് ബീൻ റൈറ്റിംഗ്. ഓക്കെ, അത്രയെങ്കിലുമൊക്കെ ഓർത്തിരിക്കണം. 4 വരുമ്പോൾ ഹാസ് ബീൻ റൈറ്റിംഗ് എന്നൊക്കെ ഉള്ളതൊക്കെ ഓർത്ത് വെച്ച് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours ഉള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സിൻസിൻ്റെ ഫോറിൻ്റെ പ്രയോഗം മാത്രം എടുത്തൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours അറിയാത്തവരാണ്. നെക്സ്റ്റ് ചോദ്യം, ഫൈൻഡ് ദ പാസീവ് വോയിസ് ഓഫ് വെൻ ഡിഡ് യു ബൈ ദ ബോട്ട്. വെൻ ഡിഡ് യു ബൈ ദ ബോട്ട്. ഉത്തരം ഓപ്ഷൻ എ, വെൻ ദ ബോട്ട് വാസ് ബോട്ട്. വെൻ വാസ് ദ ബോട്ട് ബോട്ട്. വെൻ ഡിഡ് ദ ബോട്ട് ബോട്ട്. വെൻ ഡിഡ് ബോട്ട് ടു ദ ബോട്ട്. ഓക്കെ, ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേട്ടോ. വെൻ വാസ് ദി ബോട്ട് ബോട്ട്. എന്നാണ് ബോട്ട് വാങ്ങിച്ചത്. എന്നാണ് ബോട്ട് വാങ്ങിച്ചത്. വെൻ വാസ് ദി ബോട്ട് അല്ലേ. ബോട്ട് വരണം, ഇത് പിന്നീട് വരാവും. ഒബ്ജക്റ്റ് ആദ്യം, അത് ഓർത്താൽ മതിയാവും. ഇത് ഒബ്ജക്റ്റ് നമ്മുടെ, അപ്പോൾ അതിനകത്ത് ഈ ഒബ്ജക്റ്റാണ് ആദ്യം വരിക. വെൻ വാസ് ഓട്ടോമാറ്റിക്കലി വരുമല്ലോ അവിടെ. വെൻ വാസ് ദ ബോട്ട് അല്ലേ, ബോട്ട് വാങ്ങിച്ചത് എന്നാണ്. അവിടെ ഒരു ഹിൻ്റ് ഉള്ളത്, നമ്മുടെ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാനുള്ള ഹിൻ്റ് അതാണ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതായിരിക്കണം ആദ്യം വരിക, പിന്നെ ഈ ബൈയുടെ പാസ്റ്റ് ഫോം വരികയുള്ളൂ. ബൈയുടെ പാസ്റ്റ് ഫോം പിന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ബോട്ടാണ് ആദ്യം വരിക എന്നൊരു ഹിൻ്റ് ഓർത്തിരുന്നാൽ മതി. ഒബ്ജക്റ്റ് ആദ്യം വന്നിട്ട് പിന്നെ വരികയുള്ളൂ ബാക്കിയുള്ളത്, അത് ഓർത്തിരുന്നാൽ മതി. ഫൈൻഡ് ദ പാസീവ് വോയിസ് ഓഫ് ദി വെൻ ഡിഡ് യു ബൈ ദ ബോട്ട്. ആൻസർ ഈസ് വെൻ വാസ് ദ ബോട്ട്. ചൂസ് ദ സിംഗുലർ ഓഫ് ഡേറ്റ. പഴയ ക്വസ്റ്റ്യനാണ്. ചൂസ് ദ സിംഗുലർ ഓഫ് ഡേറ്റ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡേറ്റം. DATUM. നെക്സ്റ്റ്, there is little water in the glass means എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ അതാ വരിക, ഓപ്ഷൻ ബി ആണ്. there is very little water in the glass. there is little in the glass അല്ലേ എന്ന് പറയുമ്പോൾ there is very little water in the glass. അവിടെ എന്താ പറയുക? സം വാട്ടറല്ല, നോ വാട്ടറല്ല, എനഫ് വാട്ടറും അല്ലെന്നർത്ഥം. വെരി ലിറ്റിൽ വാട്ടർ ഇൻ ദി ഗ്ലാസ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ് മീൻസ്. ഫ്രേസൽ വെർബുകളൊക്കെ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു.
ദ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ് അതിൻ്റെ മീനിങ് എന്താ? ഫ്രേസൽ വെർബായ പുട്ട് ഓഫിൻ്റെ മീനിങ് ആൻസർ ടു പോസ്റ്റ്പോൺ സംതിങ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഓഫ് തീ അണയ്ക്കാൻ നമ്മൾ വിചാരിക്കും, പക്ഷേ പുട്ട് ഓഫ് അതല്ലല്ലോ. ടു പോസ്റ്റ്പോൺ സംതിങ്, പുട്ട് ഓഫ് ചെയ്യുകയെന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ മാറ്റി വയ്ക്കുക. ടു പോസ്റ്റ്പോൺ സംതിങ്, പുട്ട് ഓഫ്, ടു പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കുക. ടു പോസ്റ്റ്പോൺ സംതിങ് ആണെന്ത്? പുട്ട് ഓഫ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇറ്റ് മേ ടേക്ക് ടൈം ടു ഡാഷ് ടു ന്യൂ സിറ്റുവേഷൻസ്. ആൻസർ ഓപ്ഷൻ സി ആണ് അഡാപ്റ്റ്. ADAPT, അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻസ്. അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻസ്. സിറ്റുവേഷൻസ്, SITUATION, സിറ്റുവേഷൻസ്. നെക്സ്റ്റ് ചോദ്യം. കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ ഓഫ് അരുൺ. ഡാഷ് ദാൻ ഓഫ് അരുൺ. ആൻസർ ഓപ്ഷൻ ബി ആണ് വേഴ്സ് ദാൻ ഓഫ് അരുൺ. WORC, വേഴ്സ് ദാൻ ഓഫ് അരുൺ. ഓക്കെ, വേഴ്സ് ദാൻ ഓഫ് അരുൺ. നെക്സ്റ്റ്, ദ ട്രെയിൻ ഡാഷ് വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് വെൻ ഹി റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഇല്ല, അതേമാതിരി ഒരു 5 സെൻറ്റൻസുകൾ ഒന്ന് പഠിച്ചാൽ നമുക്കിതൊക്കെ എഴുതാൻ പറ്റും. ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. അതേപോലെയുള്ള ഇഫ് ക്ലോസിൻ്റെ വരുന്ന സെൻറ്റൻസുകളൊക്കെ വേറെ ഉണ്ട്. ഹാർഡിൻ്റെ സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ വരുന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. വായനയാണ് ഏറ്റവും കൂടുതൽ ശക്തി തരിക. ഗ്രാമാറ്റിക്കലി നമ്മൾ പഠിച്ചു പോകും. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഗ്രാമറും നമ്മുടെ കൂടെ പൊക്കോളും എന്നാണ് പറയുക. അപ്പോൾ ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ്, കാരണം എന്താ പറയുക, ഗ്രാമാറ്റിക്കലി ആണ് എല്ലാം എഴുതി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് പഴയ മുതലുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത് മലയാളമായി. ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ശരിയായ പദം ഇവിടെയാണ്. ശുപാർശ ചെയ്യാറുണ്ടല്ലേ, ശുപാർശ. അപ്പോൾ ശരിയായ പദം ഇവിടുത്തെ ഏതാണ്? ശുപാർശയുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ശിപാർശയല്ല, നമ്മൾ ശുപാർശ എന്നല്ല പറയുക, ശിപാർശയാണെന്ന് മനസ്സിൽ കരുതിക്കോളൂ കേട്ടോ. ആണ് എഴുതുമ്പോൾ ശിപാർശ എന്നാണ്. ശിപാർശ ചെയ്യണല്ലേ, ശിപാർശ. അപ്പോൾ ഞാനൊരിക്കൽ CM എഴുതിയ ലെറ്ററിൽ ശിപാർശ മലയാളത്തിൽ എഴുതിയതപ്പോൾ അതിൽ ഞാൻ എഴുതിയ ലെറ്റർ തെറ്റിപ്പോയിരുന്നു അല്ലേ. ഞാൻ ഈ ഒരു വേർഡാണ് ഉപയോഗിച്ചത്. ശുപാർശ എന്നൊരു വേർഡാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തോ ശുപാർശ ചെയ്യണമെന്ന് ഏതിനോ വേണ്ടി, എന്തിനാണെന്ന് ഓർക്കുന്നില്ല, ഏതോ അതിൻ്റെ ഒരു പേഴ്സണൽ ജോയിൻ്റെ കാര്യത്തിലാണ് ശുപാർശ ചെയ്യണം എന്നൊരു മറ്റവർക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യണം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോയിരുന്നു അല്ലേ. ശിപാർശ എന്നായിരിക്കും. ശിപാർശ. ഓക്കെ, ശിപാർശ. നെക്സ്റ്റ് ചോദ്യം. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിത മലയാളം എന്നാണ്. ടു ലുക്ക് ബ്ലൂ, നീലയ്ക്കകത്ത് നോക്കാനാണോ പറയുന്നത്? അല്ല. സന്തോഷവാനായിരിക്കാനാണോ, കുപിതനായിരിക്കുവാനാണോ, വിഷ്ണനായിരിക്കുവാനാണോ, സംശയാലുവായിരിക്കുവാനാണോ ടു ലുക്ക് ബ്ലൂ എന്നുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. വിഷണനായിരിക്കുക എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ വയ്യാതെ ഒരു അയ്യോ എന്താ പറ്റിയെന്ന പോലെ ഇരിക്കും. ടു ലുക്ക് ബ്ലൂ, വിഷണനായിരിക്കും അല്ലേ. ബ്ലാക്കാണ് ദുഃഖം എന്ന് പറയായിരുന്നു. ടു ലുക്ക് ബ്ലൂ, വിഷണൻ എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ. ഓക്കെ, പിന്നെ ഒരു കാര്യം ഓർക്കുക, ഈ ഒരു 10 മാർക്ക് ഇത്ര ക്വസ്റ്റ്യൻസാണ്, ഗ്രാമാറ്റിക്കലി ആണ് അല്ലേ. 10 മാർക്ക് അവിടെ നിന്നാണെന്ന് ഓർക്കുക. ഓക്കെ, ആ 10 ഒന്ന് പോയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി, എല്ലാം പോകും. ആ 10 മാർക്ക് കിട്ടാൻ വേണ്ടി ഇതേപോലെ 10 മാർക്ക് ചോദ്യങ്ങൾ ചെയ്ത് റിപ്പീറ്റ് ചോദ്യങ്ങൾ എപ്പോഴും വരിക. അപ്പോൾ ടു ലുക്ക് ബ്ലൂ എന്താണ്? വിഷണനായിരിക്കുക അല്ലേ. ബ്ലൂ ആയിരിക്കാതെ വിഷണനായിരിക്കുക, ഒന്നും ചെയ്യാനൊക്കാതിരിക്കുക. നെക്സ്റ്റ്, സർവം ആത്മാവായി കരുതുന്നവൻ. സർവം ആത്മാവായി കരുതുന്നവൻ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആത്മയാജി. നെക്സ്റ്റ്, മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഗൗണം. മുഖ്യം, ഗൗണം. അടുത്തത്, ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. ഓക്കെ, തെറ്റായ വാക്യം ഇതിലേതാണ്? അതിൽ ഓപ്ഷൻ എ, ഏകദേശം 300 പേർ ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 300ഓളം പേരെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. അത് കേൾക്കുമ്പോൾ 300ഓളം പേർ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്.
300 പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തു. ചോദ്യം എന്താ? തെറ്റായതല്ലേ? അവിടെ ആൻസർ ശരിക്കും ഏതാണ്? വായിച്ചപ്പോഴും മനസ്സിലാവുമല്ലോ ആൻസർ ഇതല്ല. ഓപ്ഷൻ ബി ആണ് തെറ്റായ ചോദ്യം. പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായം എന്ന് എഴുതുക. പാമ്പ്. ആൻസർ ഓപ്ഷൻ സി ആണ് വിലേശയം. പാമ്പിൻ്റെ പര്യായം വിലേശയം. വിലേശയമില്ല. അപ്പോൾ അതിൻ്റെ ഇതില്ല, വിൽസ് ചെകിളയില്ല, അതിനിങ്ങനെ സ്കെയിൽസ് പോലെ സാധാരണ മലയാളം പറയാം വിലേശയം. അതിനോട് കണക്ട് ചെയ്യാൻ പറ്റും വിലേശയം. നെക്സ്റ്റ്, വെണ്മ എന്ന പദം തിരിച്ചെഴുതുമ്പോൾ വെണ്മ തിരിച്ചെഴുതി എന്താണ്? അറിയാവുന്ന ചോദ്യം അല്ലേ, പരിചയമുള്ളതാണ്. ആൻസർ വെള പ്ലസ് മായാണ് വെണ്മ. വെള പ്ലസ് മായാണ് വെണ്മ. ഇതൊന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ എത്ര മാർക്ക് അല്ലെങ്കിൽ അറിയാമെന്ന് നോക്കുക. ഓക്കെ. നെക്സ്റ്റ്, വരണ്യ വാള ഭല്ലു കവൃകാദികൾ. വാരണവ്യാള ഒട്ട് തെറ്റിപ്പെട്ട വാരണവ്യാള ഭല്ലൂക മൃഗാദികൾ. വാരണവ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷ്യഭോജികളായുള്ള രാക്ഷസർ എന്ന വരിയിൽ അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം. വ്യാള ഭല്ലൂക. വ്യാള ഭല്ലൂക എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അടിവരയിട്ട പദാകമല്ലേ? വ്യാള ഭല്ലൂക എന്നുള്ളതാണ് അടിവരയിട്ടത്. അതിൻ്റെ അർത്ഥമാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? കരടിയാണ് കേട്ടോ, കരടി. ദിക്ക് പ്ലസ് നാഗൻ എന്നർത്ഥം വരുന്നത് ചേർത്ത് എഴുതിയെന്ന് കിട്ടും. ആൻസർ ദിങ് നാഗൻ. ദിങ് നാഗൻ. ദിക്ക് പ്ലസ് കേയും നായും കൂടെ ചേർന്നാൽ ങ് അല്ലേ? കേയും നായും കൂടെ ചേർന്നാൽ ങ വരും. ഞാനിത് നമ്മൾ ടൈപ്പ് ചെയ്യില്ലേ മലയാളത്തിലേക്ക് വേണ്ടി, ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വാക്കുകൾ ഈ കേയും എന്നോട് ചേർത്ത് കഴിഞ്ഞാൽ ങ കിട്ടും. അതുപോലെ ദിങ് നാഗൻ. ക പ്ലസ് നാ ദിങ് നായി. ദിങ് നാഗൻ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കുകയാണ് ഞാൻ. അപ്പോൾ മലയാളം എന്താ പറയുക, മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം നിങ്ങൾക്ക്. ഓക്കെ. x-4, x-2, x എന്നിവ അവാച്യ സംഖ്യകളാണെങ്കിൽ x+2 എന്നത് എന്തായിരിക്കും? ആൻസർ ശരിക്കും എന്താണ് ഇവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു ഭാജ്യസംഖ്യയും അതേസമയം പൂർണ്ണസംഖ്യയുടെ വർഗവുമാണ് ഇല്ല. നെക്സ്റ്റ്, 10നെ x% വർദ്ധിപ്പിച്ചാൽ 30നെ x% കുറച്ചാൽ കിട്ടുന്ന അതേ വില കിട്ടുമെങ്കിൽ x എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ് 50 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, ഉത്തരം കറക്റ്റാണെന്ന് നോക്കുക. നെക്സ്റ്റ്, ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം 77 സെൻറ്റിമീറ്റർ ആണ്. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് 2520 ആണ്. നെക്സ്റ്റ്, ഒരു തുക നിശ്ചിത ശതമാനം സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. 2% കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ 5000 രൂപ കിട്ടുമായിരുന്നു. എങ്കിൽ നിക്ഷേപിച്ച തുക എത്ര ആയിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് 50000. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് 55ാമത്തെ ചോദ്യം. 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണ്. അവയുടെ തുക 60 ആണെങ്കിൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1250. അടുത്ത ചോദ്യം. 5 മുതിർന്നവർ ഒരു ജോലി 3 ദിവസം കൊണ്ട് തീർക്കുന്നു. 3 കുട്ടികൾ അതേ ജോലി ചെയ്യുന്നു. ഇതിൻ്റെ ഉത്തരം, ഈ ചോദ്യോത്തരം ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം. ചുറ്റളവ് 39.6 മീറ്റർ ആയ വൃത്തത്തിൻ്റെ വിസ്തീർണം ചതുരത്തിൻ്റെ വിസ്തീർണം തുല്യമാണ്. ചതുരത്തിൻ്റെ നീളം 27.72 cm ആണെങ്കിൽ വീതി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 4.5 ആണ്. ഒരു സംഖ്യ 12% കൊണ്ട് കുറച്ചാൽ 1760 കിട്ടുമെങ്കിൽ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 2000 ആണ്. നെക്സ്റ്റ്, ഒരു ഫർണിച്ചർ തോമസ് 42,000 രൂപയ്ക്ക് വാങ്ങി. അത് പോളിഷ് ചെയ്യുവാൻ 12,000 രൂപ ചിലവായി എങ്കിൽ അത് 54,000 രൂപയ്ക്ക് വിറ്റാൽ അയാളുടെ ലാഭമോ നഷ്ടമോ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കും. ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ല നമുക്ക്. നെക്സ്റ്റ് ചോദ്യം, 60ാമത്തെ ചോദ്യം. 625 × 0.16 × 625 ആൻസർ നമുക്ക് എത്ര കിട്ടണം? ആൻസർ ഓപ്ഷൻ എ 5 ആവാം കേട്ടോ. നെക്സ്റ്റ്, ഒറ്റയായി തിരഞ്ഞെടുക്കാൻ പറ്റുക. റേഡിയം, ഓക്സിജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ. ഒറ്റയാൻ. അവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് റേഡിയം.
അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ ആകെത്തുക 15ഉം ഗുണനഫലം 45ഉമാണെങ്കിൽ അവയുടെ ഉൽക്രമത്തിൻ്റെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 10/3 ആണ്. നെക്സ്റ്റ്, 12:20 ക്ലോക്കിൻ്റെ സൂചി മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 110 ഡിഗ്രി. നെക്സ്റ്റ്, 26/1/2025 ഞായറാഴ്ചയാണെങ്കിൽ 26/1/28 ഒരു ദിവസമായിരിക്കും. ആൻസർ ഓപ്ഷൻ സി ആണ്, ബുധനാഴ്ച ആയിരിക്കും. എർത്ത് എന്ന വാക്കൊരു കോഡ് ഭാഷയിൽ FCUXM ആണെങ്കിൽ സ്പൂൺ എന്ന വാക്കിൻ്റെ കോഡ് എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്, TRRSS. നെക്സ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ആൻസർ ഓപ്ഷൻ എ ആണ്, 4. 5√5 1 എന്ന ശ്രേണിയുടെ എണ്ണാം പദം 1/625 ആണെങ്കിൽ n എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, 11. നെക്സ്റ്റ് ചോദ്യം, രാജു കിഴക്ക് വശത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. തുടർന്ന് അവിടെ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ഒടുവിൽ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 35 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ ആരംഭ സ്ഥാനത്തു നിന്നും അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 25 കിലോമീറ്റർ. നെക്സ്റ്റ്, ഒരു ക്യൂവിൽ രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. പിന്നിൽ നിന്നും 19ാം സ്ഥാനത്താണ് രമേശ്. സുമേഷിനേക്കാൾ 5 റാങ്കുകൾ പിന്നിലാണ് രാജേഷ്. രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. മുന്നിൽ നിന്ന് 39ാം സ്ഥാനത്തേക്ക് ആര്യയെങ്കിൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉത്തരം 73. 70ൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ രാജു രാമിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ്. വിക്രം രാധയുടെ മകനാണ്. രാധ അരുണിൻ്റെ അമ്മയും രാമിൻ്റെ മുത്തശ്ശിയുമാണ്. കേശു പ്രിയയുടെ അച്ഛനാണ്. കേശു രാജുവിൻ്റെ മുത്തശ്ശനും കൂടിയാണ്. രാധ കേശുവിൻ്റെ ഭാര്യയാണ്. രാജു രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഇവിടുത്തെന്ന് പറഞ്ഞാൽ ആൻസർ ഓപ്ഷൻ സി ആണല്ലേ. ഇതൊക്കെ ഇങ്ങനെ വരച്ച് വെച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.